എല്ലാവർക്കും ഷേർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. മക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഫസ്റ്റ് ചാപ്റ്റർ കിഡ്കി എന്ന പാഠഭാഗത്തിൻ്റെ ആക്ടിവിറ്റീസാണ് പഠിച്ചത്. അതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് നോക്കാം. അടുത്തത് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരു ഡയറിയാണ്. ഡയറി എല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കണം. കാരണം ഷോർട്ട് സ്റ്റോറികളിൽ നിന്നാണ് ഡയറികൾ കൂടുതലും ചോദിക്കാറുള്ളത്. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്, ശ്രദ്ധിച്ചിരുന്ന് പഠിക്കണം. क्वेश्चन वाइकटे। रेलगाड़ी के अनुभव ने पति को अपने पिता की याद दिलाई, उसकी डायरी लिखें. क्वेश्चन നോക്കിയേ. റെയിൽഗാഡിയിലെ അനുഭവങ്ങൾ പതിക്ക് ഭർത്താവിന് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ യാദ് ദിലായി ഓർമ്മ ഉണ്ടായി. ഉസ്കി ഡയറി ലിഖോ, അതിനെപ്പറ്റിയുള്ള ഡയറി എഴുതുക. ഡയറി എഴുതുമ്പോൾ അതിൻ്റെ ഫോമാറ്റ് ഉണ്ടേ. ആദ്യം എന്ത് ചെയ്യണം നോക്കിയേ. ആദ്യം ഡേറ്റ് എഴുതണം, അതിനുശേഷം മന്ത് എഴുതുക, അതിനുശേഷം ഇയർ ആഡ് ചെയ്യണം. അങ്ങനെയാണ് തുടക്കം. ഇവിടെ ഇങ്ങനെ ഞാൻ കൊടുത്തേക്കുന്ന 9 ജൂൺ 2025 എന്നാണ്. അത് എഴുതുന്ന താഴേക്ക് മാറ്റി ഒരു ഡേയും കൂടെ കൊടുക്കുക. ഞാനിവിടെ കൊടുത്തേക്കുന്ന സോമവാറാണ്, അതായത് തിങ്കളാഴ്ച. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ വാർ എഴുതാം. നോക്കി അതിൻ്റെ താഴേക്ക് നമുക്ക് ഡയറി എഴുതി തുടങ്ങാം. आज का सफ़र मुझे भूल नहीं सकता. आज का सफ़ർ मुझे भूल नहीं सकता എന്ന് വെച്ചാൽ ഇന്നത്തെ യാത്ര എനിക്ക് മറക്കാൻ കഴിയില്ല. ഡയറി എഴുതുമ്പോൾ നമുക്ക് ആ ഒരു ലൈൻ കൃത്യമായിട്ടും എല്ലാത്തിനും എഴുതാൻ, ഏത് ഡയറി വെച്ചാലും നമുക്ക് എഴുതാൻ പറ്റുന്ന ഒന്നാണ്. നോക്കി ക്യാംകെ എന്തുകൊണ്ടെന്നാൽ ഇസ് സഫർ മേ മേരെ പിതാക്കെ ജീവൻ കാ അനുഭവ യാദ് ദിലായേ. എന്തുകൊണ്ടെന്നാൽ ഈ യാത്രയിൽ എനിക്ക് എൻ്റെ അച്ഛൻ്റെ ജീവൻ കാ അനുഭവ, ജീവിത അനുഭവങ്ങൾ യാദതിലായി ഓർമ്മയുണ്ടായി. അച്ഛൻ്റെ അനുഭവങ്ങൾ, അദ്ദേഹത്തിൻ്റെ ജീവിതം എന്താണോ ആ ഒരു ഓർമ്മ എനിക്ക് ഉണ്ടാവുകയും ചെയ്തു. ഹോഷിയാർപൂർ സേ മുझे ഷാദി കാ ബുലാവ് ആയാ ഥാ. ഹോഷിയാർപൂർ എന്ന സ്ഥലത്ത് നിന്ന് എനിക്ക് വിവാഹത്തിൻ്റെ ക്ഷണക്കത്ത് വന്നു. ട്രെയിൻ സേ ജാന തയ ഹുവ. ട്രെയിനിൽ പോകാൻ തയ ഹോന തീരുമാനിക്കുക. ഇപ്പോൾ ട്രെയിനിൽ പോകാൻ തീരുമാനിച്ചു. ഇസ് ബാർ, ബാർ എന്ന് വെച്ചാൽ പ്രാവശ്യം, തവണ എന്നൊക്കെയാണ്. ഇസ് ബാർ, ഈ പ്രാവശ്യം എസിക്ക് ബദലെ പകരം ജനറൽ കോച്ചിൽ സഫർ കർണേക്കാ നിശ്ചയ കിയ. എസിക്ക് പകരം ജനറൽ കോച്ചിലെ സഫർ കർണ യാത്ര ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു. कि सफ़र करते समय डिब्बे में जम्मू की शॉल बेचने वाली एक युवती आई. സഫർ കർത്തേ സമയ എന്ന് വെച്ചാൽ യാത്ര ചെയ്ത സമയത്തെ ഞങ്ങളുടെ ഡിബയിൽ, ഞങ്ങളുടെ കോച്ചിൽ ജമ്മു കി ഷാൾ, ജമ്മുവിലെ ഷാൾ വിൽക്കുന്ന ഒരു യുവതി ആയി വന്നു. പത്നിക്കോ ഷാൾ ലേനയ്ക്ക് ലിയെ ഇസ്രാർ കർണ ലഗി. എന്നിട്ട് ആ യുവതി പത്നിക്കോ, എൻ്റെ ഭാര്യയെ, ഷാൾ ലേനയ്ക്ക് ലിയെ, ഷാൾ എടുക്കാൻ വേണ്ടി ഇസ്രാർ കർണ ലഗി. ഇസ്രാർ കർണ നിർബന്ധിക്കുക. അപ്പോൾ ഇവിടെ ഇസ്രാർ കർണ ലഗി, നിർബന്ധിക്കുവാൻ തുടങ്ങി. പത്നിയെ ഷാൾ എടുക്കാൻ വേണ്ടി ആ സ്ത്രീ എന്ത് ചെയ്തു? നിർബന്ധിക്കുവാൻ തുടങ്ങി. യുവതി കോ കം കീമത്ത് മേ ഷാൾ ബേച്ചനേക്ക് മസ്ബൂരി ഹോ രഹി തി. ആ യുവതിക്ക് കം കീമത്ത്, കം കുറവ്, കീമത്ത് വില, ബേച്ചന വിൽക്കുക എന്നൊക്കെ. യുവതി കോ കം കീമത്ത് മേ ഷാൾ ബേച്ചനേക്ക്, ആ യുവതിക്ക് കുറഞ്ഞ വിലയിൽ ഷാൾ വിൽക്കാൻ നിർബന്ധിതയായി ആ സ്ത്രീയെ. ഷാൾ ബേച്ചത്തെ സമയ യുവതിക്ക് ആംഖോ മേ നമി ഥി. ഷാൾ വിറ്റ സമയത്ത് യുവതിയുടെ ആങ്കിലെ നമി ഉണ്ടായി, എന്നുവെച്ചാൽ കണ്ണുകളിൽ ഈർപ്പം ഉണ്ടായി. മേരെ പിതാഫി, എൻ്റെ അച്ഛനും റെയിൽഗാഡിയിൽ കെ സാമാൻ ബേച്ച് തക്കെ ഹാരെ ഗർ അത്തത്തോ ഉൻകി ആങ്കോ മേ ഫി ഐസി നമി ഥി. എൻ്റെ അച്ഛനും ട്രെയിനിലെ സാധനങ്ങൾ വിറ്റ് തക്കെ ഹാരെ എന്ന് വെച്ചാൽ ക്ഷീണിതനായി വീട്ടിലേക്ക് വരുമ്പോൾ ഉൻകി ആങ്കോ മേ ഫി, അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലും ഐസി നമി ഥി, ഇതേ നനവ് തന്നെ ഉണ്ടായിരുന്നു. ക്യോം കെ എന്തുകൊണ്ടെന്നാൽ ദോനോ കെ ജീവൻ മേം ആർത്തിക കഠിനായിയാം ഏക് സമാൻ ഥാ. എന്തുകൊണ്ടെന്നാൽ രണ്ടുപേരുടെയും, അതായത് എൻ്റെ അച്ഛൻ്റെയും ആ യുവതിയുടെയും ജീവിതത്തിലെ ആർത്തിക കഠിനായിയാം, സാമ്പത്തിക പ്രയാസങ്ങൾ അല്ലെ ബുദ്ധിമുട്ടുകൾ ഏക് സമാൻ ഥാ, ഒരുപോലെ ആയിരുന്നു. അങ്ങനെ എഴുതി നമുക്ക് ഡയറി നിർത്താം. ഡയറി 4 മാർക്കിന് ക്വസ്റ്റൻ ആയിരിക്കും. നല്ലപോലെ പഠിച്ച് വയ്ക്കുക. ഡയറിക്ക് ശേഷം അതേപോലെ ഇമ്പോർട്ടൻ്റ് ഉള്ള മറ്റൊരു ക്വസ്റ്റനാണ് ലെറ്റർ റൈറ്റിംഗ്. ഡയറി പഠിച്ച കുട്ടികൾക്ക് ലെറ്റർ റൈറ്റിംഗ് വളരെ ഈസി ആയിട്ട് എഴുതാം.
ലെറ്റർ എഴുതാൻ അറിയാമല്ലോ, എൻ്റെ ഫോമാറ്റൊക്കെ അറിയാമായിരിക്കുമല്ലോ അല്ലേ. നോക്കാം, നമുക്ക് അറിയില്ലെങ്കിലും നമുക്ക് പഠിക്കാം. നോക്കേ, ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയിട്ടുണ്ട്, നോക്കിയിരിക്കണം. റെയിൽ ഗാഡി की घटनाओं के बारे में पति ने अपने मित्र का पत्र लिखे. റെയിൽഗാഡി ട്രെയിനിലെ ഘടനാ സംഭവം, ട്രെയിനിലെ സംഭവത്തെ ബാരെ പറ്റി അല്ലെ കുറിച്ച് എന്നൊക്കെ പറയാം. അപ്പോൾ റെയിൽഗാഡിക്ക് ഘടനാവുക്കെ ബാരേമേ, ട്രെയിനിലെ സംഭവത്തെ പറ്റി പതി, അതായത് ഭർത്താവ്, അപ്പനെ മിത്രക്ക, അദ്ദേഹത്തിൻ്റെ മിത്ര എന്ന് വെച്ചാൽ കൂട്ടുകാരന് കത്ത് എഴുതുന്നു. ട്രെയിനിൽ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളെ മുൻനിർത്തി പതി എന്ത് ചെയ്യുന്നു, മിത്രത്തിന് കൂട്ടുകാരന് കത്തെഴുതുന്നു. അതാണ് ചോദ്യം. ആൻസറിലേക്ക് നമുക്ക് ആൻസർ ലെറ്റർ റൈറ്റിങ്ങിൻ്റെ ഫോമാറ്റാണ്, ഫോമാറ്റ് എഴുതിയിട്ടേ എഴുതാവൂ, അതാണ് നോക്കുന്നത്. കൃത്യമായിട്ടത് ഉണ്ടായിരിക്കണം. നമുക്ക് റൈറ്റ് സൈഡിലേക്ക് മാറ്റി സ്ഥാൻ എന്നെഴുതുക. സ്ഥാൻ കഴിഞ്ഞതിന് ശേഷം കോമ ആഡ് ചെയ്യണം. അതിൻ്റെ താഴേക്ക് താരിഖ് എന്നെഴുതി ഫുൾ സ്റ്റോപ്പ് കൊടുക്കണം. എന്നിട്ട് വീണ്ടും ലെഫ്റ്റിലേക്ക് മാറ്റി സംബോധന ചെയ്യുക, പ്രിയ മിത്ര എന്നെഴുതണം. പ്രിയമിത്രത്തിനാണല്ലോ ഇവിടെ കത്തെഴുതുന്നത്, അതുകൊണ്ട് പ്രിയമിത്ര എന്നെഴുതി കോമ എടുക്കുക. ആ കോമയ്ക്ക് തൊട്ട് താഴെയായിട്ട് എഴുതി വേണം തുടങ്ങാൻ. നോക്കേ, തും കൈസേ ഹോ, നിനക്കെങ്ങനെയുണ്ട്. മുച്ചേ ഹാം കുശൽ ഹും, എനിക്കിവിടെ സുഖമാണ്. ഏത് ലെറ്റർ റൈറ്റിംഗ് എഴുതിയാലും നമുക്ക് മിത്രത്തിന് എഴുതുവാണെങ്കിൽ ഇതുപോലെ എഴുതാം. നിനക്ക് എങ്ങനെയുണ്ട്, എനിക്കിവിടെ സുഖമാണെന്ന്. തുംസെ റെയിൽഗാഡിക്ക് ഏക്ക് ഘടനാക്കെ ബാരമേ ബദാന ചാഹത്താഹും, തുംസെ നിന്നോട് റെയിൽഗാഡിയിലെ ഒരു സംഭവത്തേക്ക് ബാരെ പറ്റി ബദാന പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. പിച്ചലെ എന്ന് വെച്ചാൽ കഴിഞ്ഞ, ഹഫ്ത എന്ന് വെച്ചാൽ ആഴ്ച. കഴിഞ്ഞ ആഴ്ചയിൽ ഹോഷിയാർപൂർ മേം ഷാദി കോ ഭാഗ് ലേനെ കെ ലിയെ ഹം ട്രെയിൻ മേം ഗേ. കഴിഞ്ഞ ആഴ്ചയിലെ ഹോഷിയാർപൂർ എന്ന സ്ഥലത്തെ ഷാദിക്ക് പങ്കെടുക്കുവാൻ വേണ്ടി, അതായത് ഭാഗിലേന പങ്കെടുക്കുക, ഷാദി വിവാഹം, വിവാഹത്തിന് പങ്കെടുക്കുവാൻ വേണ്ടി ഞങ്ങൾ ട്രെയിനിൽ ഗയെ പോയി. ഇസ് ബാർ, ഈ പ്രാവശ്യം എ സിക്ക് ബദലെ ജനറൽ കോച്ച് സേ സഫർ കിയ. ഇസ് ബാർ എന്ന് വെച്ചാൽ ഇത്തവണ, എ സിക്ക് ബദലെ പകരം ജനറൽ കോച്ചിലാണ് സഫർ കിയ യാത്ര ചെയ്തത്. ഹമാരെ ഡിബെ മേം ഷാൾ ബേച്ചനെ വാലി ഏക്ക് യുവതി ആയി. അപ്പോൾ യാത്ര ചെയ്ത സമയത്ത് ഞങ്ങളുടെ ഡിബ, ഞങ്ങളുടെ ആ കോച്ചിൽ, അതായത് കമ്പാർട്ട്മെൻറ്റിലെ ഷാൾ വിൽക്കുന്ന ഒരു യുവതി വന്നു. മേരി പത്നി യുവതി സേ 5 ഷാൾ ഖരീദി. എൻ്റെ പത്നി ഭാര്യ യുവതിയിൽ നിന്ന് 5 ഷാളുകൾ ഖരീദി വാങ്ങി. കം കീമത്ത് മേ ഷാൾ ദേത്തെ സമയ യുവതിക്ക് ആംഖോ മേ നമി ഥി. കുറഞ്ഞ വിലയ്ക്കാണ് ഷാൾ സ്ത്രീ വിറ്റത്. അതുകൊണ്ട് കം കീമത്ത് മേ, കുറഞ്ഞ വിലയിലെ ഷാൾ ദേത്തെ സമയ, ഷാൾ തന്ന സമയത്തെ യുവതിയുടെ കണ്ണുകൾ, യുവതിക്ക് ആങ്കെന്ന് വെച്ചാൽ ആ യുവതിയുടെ കണ്ണുകൾ നമീതി നനയുകയും ചെയ്തു. യഹ് ദേഖ്തെ സമയ, അത് കണ്ട സമയത്തെ മുച്ചേ, എനിക്ക് പിതാക്കി യാദ് ആയി, എനിക്ക് എൻ്റെ പിതാവിൻ്റെ യാദ് വന്നു, എന്ന് വെച്ചാൽ ഓർമ്മ വന്നു. മേരെ പിതാഫി, എൻ്റെ അച്ഛനും റെയിൽ ഗാഡി മേ സാമാൻ ബേച്ചനെ കെ ബാദ്, എൻ്റെ അച്ഛനും റെയിൽ ഗാഡി ട്രെയിനിലെ സാധനങ്ങൾ വിറ്റഴിച്ചതിന് കെ ബാദ് ശേഷം തക്കേ ഹാരയായി, ക്ഷീണിതനായി അല്ലെ അവശനായി, ഗർ ആത്തെ തോ, വീട്ടിലേക്ക് വരുമ്പോൾ, ഉൻകി ആങ്കോ മേ ഫി വഹി നമി ഥി, അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലും ഇതേ ഈർപ്പം തന്നെ ഉണ്ടായിരുന്നു. ഈ ഘടനയാണ് നമ്മൾ എഴുതിയത്. അതിനുശേഷം ലെറ്റർ നോക്കിയേ, അതിൻ്റെ താഴേക്ക് ഒന്നുകൂടി എഴുതി കൊടുക്കണം. ഇത്തന ലിഖ്കറെ മെയിം അപ്പന പത്ര സമാപ്ത് കർത്താഹും, ഇത്രയും എഴുതി ഞാൻ എൻ്റെ കത്ത് സമാപ്ത് എന്ന് വെച്ചാൽ അവസാനിപ്പിക്കുന്നു എന്ന് എഴുതാം. അല്ലെ സബ്കോ പ്രണാം എന്നൊക്കെ നമുക്ക് എഴുതാൻ വേണമെങ്കിൽ. അതിനെ എന്നിട്ട് നോക്കിയേ, എന്നിട്ട് റൈറ്റിലേക്ക് മാറ്റി തുമാര മിത്ര കോമ കൊടുക്കണം. അതിൻ്റെ താഴെ ഹസ്താക്ഷർ എന്ന് വെച്ചാൽ സിഗ്നേച്ചറാണ്, അതിട്ട് വയ്ക്കല്. ഹസ്താക്ഷർ എന്ന് എഴുതി ബ്രാക്കറ്റ് കൊടുക്കുക. അതിൻ്റെ താഴെ ലെറ്റർ എഴുതിയ ആൾ ആരാണോ അദ്ദേഹത്തിൻ്റെ പേര്, ഇവിടെ ഞാൻ മോഹൻ എന്ന് കൊടുത്തു. എന്നിട്ട് ലെഫ്റ്റിലേക്ക് മാറ്റി സേവാമയം എഴുതണം. സേവ എന്ന് വെച്ചാൽ 2 ആണ്. 2 എഴുതുമ്പോഴേ അതൊരു കോളത്തിനകത്താക്കി വേണം എഴുതാൻ. അതായത് നമ്മൾ എഴുതി നിർത്തിയതിന് ശേഷം ആ സേവ ലെഫ്റ്റിലേക്ക് ഇത്തിരി താഴോട്ട് മാറ്റി വേണം എഴുതാൻ. സേവാമയം, അതായത് 2 നാമെ കോമ പദ, അത്രമാത്രം മതി. എന്നിട്ട് അവിടെ ഒരു കോളം വരയ്ക്കുക. അതിനുശേഷം ഈ ഫുള്ളെ, ഈ ക്വസ്റ്റ്യൻസ്, ഈ ലെറ്റർ റൈറ്റിംഗ് ഫുള്ളെ ഒരു കോളത്തിനകത്ത് വരച്ച് വയ്ക്കണം. അത് നല്ലതാകും അങ്ങനെ എഴുതുന്നത്. ഡയറി എഴുതുമ്പോഴും വേണമെങ്കിൽ കോളം വരയ്ക്കാൻ കേട്ടോ. ലെറ്റർ റൈറ്റിങ്ങും ഫുൾ കോളത്തിനകത്ത് ആക്കി കൊടുക്കുക. 2 ക്വസ്റ്റ്യൻസേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. മനസ്സിലായി കാണുമല്ലോ. അതുകൊണ്ട് എല്ലാവരും നമുക്ക് ഇതിൻ്റെ ബാക്കി എന്താ അടുത്ത ക്ലാസ്സിലേക്ക് പഠിക്കാം. ബാക്കി ആക്ടിവിറ്റീസിനെ കുറിച്ചുണ്ട്,
അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. കോൺവെർസേഷനും അതോടൊപ്പം തന്നെ ആ സ്ത്രീയുടെ പത്നിയില്ലേ അവരുടെ ഡയറിയും ചോദിക്കാൻ കൊള്ളാം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പഠിക്കാം. അപ്പോഴേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരെ പിന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യണം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ എന്നാൽ.